ഇത് നമ്മളെ കുന്നപ്പള്ളി നഴ്സറിയാണ്. ഷെരീഫായിന്റെ നഴ്സറിയാണിത്. എന്താ പേര്? ഗ്രീൻ വില്ലേജ്. ഗ്രീൻ വില്ലേജ്. അപ്പൊ പുള്ളി ഇത് ലെയറിംഗ് കുറെ ഓർഡർ ഉണ്ട്. അപ്പൊ പുള്ളി അത് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാവുമ്പോ തന്നെ ഒരുപാട് വെറൈറ്റി അല്ലേ? മാവ് തന്നെ 3, 4, 5, 6 ഒക്കെ വെറൈറ്റി ആള് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് ഇത് ഈ വീഡിയോയിൽ കാണാം. ഇത് ശരിപ്പോ ഇത് ഏതാണ് ഐറ്റം? റെഡ് ഐവറി അല്ലേ? ഇത് ചെയ്യണത് റെഡ് ഐവറിയുടെ. റെഡ് ഐവറിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലാണോ? തായ്ലൻഡ്. കൂടുതൽ ഈ വെറൈറ്റി സാധനങ്ങൾ ഇവിടുന്ന് വരുന്നത് തായ്ലൻഡാണല്ലേ? എങ്ങനെയാണ് കബീർ ഭായ് ഇത് ചെയ്യണത്? സെന്റർ കട്ട് ചെയ്യണം. ഇതിന്റെ നീര് ഉണങ്ങണീന്റെ മുന്നേ തന്നെ ഇത് ചെയ്യണം. ഇതിലൂടെ ഞാൻ വരുന്നുണ്ട്. ഇതിന്റെ മേളിൽ ഏറ്റവും മേളിൽ അല്ലേ? ഇതിന്റെ മേളിൽ ഞാൻ ഒരു കവർ ഇടും അല്ലേ? ഈ കവറിൽ എയർ അടക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എയർ അടക്കാൻ പറ്റില്ല അല്ലേ? ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്യല്? 18 ദിവസം അല്ലേ? അപ്പൊ ഇതിന് തൂമ്പ് പിടിക്കും അല്ലേ? കബീർ ഭായ് ഇതിന്റെ പരിപാടി. ഒന്നുമ്പോ തന്നെ 4-5 വെറൈറ്റി ചെയ്യും. ഓരോ കൊമ്പിനനുസരിച്ചിട്ട് 5-6 കൊമ്പ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് കട്ട് ചെയ്തിട്ട് അത് പുള്ളി ചെയ്യും. അടുത്ത വെറൈറ്റി അല്ലേ? ഇതേതാണ്? ഇത് തായ്വാൻ റെഡ്. ഇതിന്റെ പഴങ്ങള് റെഡ് കളറിലേക്ക് വലിയ അതോ ചെറിയ പഴങ്ങളായിരിക്കും? വലിയ പഴങ്ങളായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് അതിന്റെ പരിപാടി. സെന്റർ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത 1 ഇഞ്ച് ഇതിൽ കട്ട് ചെയ്ത് അതിനനുസരിച്ച് മറ്റേതും കട്ട് ചെയ്യും. മറ്റേത് ഒരു ഭാഗം ഫുള്ള് പകുതി രണ്ട് ഭാഗം പകുതി കളയണം അല്ലേ? ഉണങ്ങുന്നതിന്റെ മുന്നേ പെട്ടെന്ന് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് കവർ ചെയ്യണം. ഉള്ളിൽ കയറണം. കട്ട് ചെയ്ത് അതേ ഫുള്ള് അതേ ഭാഗത്ത് കവർ ചെയ്യണം. ഉള്ളിൽ കയറണം. ഒന്ന് നമ്മൾ ചെയ്യില്ല. ഇതിൽ 2 ചെയ്തേക്കണം. 3 കൊമ്പല്ലത്. ഒന്ന് നമ്മൾ ചെയ്യില്ല, കാരണം അത് ഈ തയ്യല്ല. അതിന്റെ ബാക്കി 2 വെറൈറ്റി കൊടുത്തേക്കണം. അങ്ങനെ 5, 6 ഒക്കെ കൊടുക്കും അല്ലേ? അത് എത്ര വെറൈറ്റി കൊടുത്തിട്ടുണ്ട്? ഒരു ഇതിന് 5 വെറൈറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ? ഷെരീഫ് എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ 4 വെറൈറ്റി അല്ലേ? 4 വെറൈറ്റി ചെയ്യുമ്പോൾ അല്ലേ? ഒന്നുമ്പോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ട്.
ഇത് ഏതാണ്? ഒരു കമ്പിലെ ശരിപ്പായി തൈ ഏതാണ്? പർപ്പിൾ അല്ലേ? നാംഡോക്ക് പർപ്പിൾ ആണ് ഈ സാധനം. പൈമയാണ് ഇപ്പോൾ ചെറിയൊരു കമ്പുമ്മയാണ് ചെയ്യണത് 4 അല്ലേ? ഈ ചെറിയ കമ്പുമ്മയാണ് ഇപ്പൊ 4 ചെയ്യണത്. വെറൈറ്റി പരിപാടിയാണ് ഷെരീഫ് ഭായ് ചെയ്യണത്. അതുകൊണ്ട് ഫുൾ ഐറ്റംസുകളാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ചെയ്തൊക്കെ തളിര് വന്നൂല്ലേ? ചെയ്തിന്റെ ഒക്കെ തളിരുണ്ട്. അതൊക്കെ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഇപ്പൊ ലാരിങ് പരിപാടി. അടുത്തത് ഏതാ? ഇതാണ് സാധനം ഓസ്ട്രേലിയൻ്റെ. ഓസ്ട്രേലിയൻ്റെ ഇങ്ങനെ കവർ ചെയ്യും. ഇനി കെട്ടിയൊക്കെ അല്ലേ? ശരിപ്പോ ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്തത് ഇങ്ങനെ ഉണ്ടാവോ? നമ്മൾ ചെയ്താലും ഉണ്ടാവും അല്ലേ? പ്രാക്ടീസ് ആണ് അതിന്റെ. പെട്ടെന്ന് ചെയ്യണം തോന്നുന്നു അല്ലേ? കട്ട് ചെയ്താ ടൈം എത്രയും പെട്ടെന്ന് ചെയ്താലുള്ള അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കട്ട് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ചെയ്യണം അല്ലേ? കുന്നപ്പള്ളിയിൽ ഷെരീഫായിട്ട് നഴ്സറി ഉണ്ട്, വന്നോളി. ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരും. അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. ശരിപ്പോയി ഇതിന്റെ ഉള്ളിൽ നമുക്ക് തട്ടാൻ പറ്റില്ല അല്ലേ? തൊലി മാത്രം എടുക്കണം അല്ലേ? എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഉള്ളി തട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങയ്യ അല്ലേ? രണ്ട് തൊലി തമ്മിലെ കൊടുക്കുള്ളൂ അല്ലേ? ഇതേതാണ് ഐറ്റം? ബനാന അല്ലേ? ബനാനക്ക് ഇന്ത്യൻ്റെ തന്നെയല്ലേ? പുറത്തോ? തായ്ലൻഡോ? ശരിക്കത് ചട്ടിയിൽ വെച്ചാലും ഉണ്ടാവൂലേ? ഡ്രമ്മില് ഉണ്ടാവേ. ശരിക്കും വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാല്ലേ? ഇത് 2 ഭാഗം ചെത്തി കൊടുക്കണോ? ഒരു ഭാഗത്തിന് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ വെക്കണ്ടേ? ഒരു കൊമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു കൊമ്പ് അങ്ങനെ നിർത്തണം അല്ലേ? ഇത് എത്ര ഒരു മാസം ആവും ഇത് ഇതാണെങ്കിൽ? 18 ദിവസം അല്ലേ? 18 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് തളിര് വരും അല്ലേ? ഇത് കഴിഞ്ഞപ്പോ കഴിഞ്ഞോ? ഞാൻ ടാഗ് എടുക്കാം. ബനാന, ഓസ്റ്റിന്, പിന്നെ കൊളംബോ, ആട്ടിട്ടോ. കൊളംബോ ചെയ്ത് ഗുണമല്ലേ? 5 വെറൈറ്റി. 5 വെറൈറ്റി ഉണ്ടോ? ഇത് നിങ്ങൾ ഓരോ ആളുകൾക്കുള്ള പിന്നെ ചെയ്യാനുള്ളത് ടാഗ് ഇട്ടുകല്ലേ? ഇത് ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇത് എത്ര രൂപ ഇതിന്റെ ഓർഡറിന്? ഒരു 3 വെറൈറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വെറൈറ്റി 650 ഉള്ളൂ അല്ലേ? ഇത്ര പോന്ന മാവില് അല്ലേ? വലിയ മാവാണ്.
നല്ല മുരടില്ല ഉം. മാവാണ്. നമ്മളെ ഷെരീഫ് ഭായ് ചെയ്തതാണ്. അപ്പൊ നമുക്കിത് ആദ്യമേ ഒരുപാട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. എത്ര അറിയോ? ഒരുപാട്. ഇതിന് 1 2 3 4 വെറൈറ്റി പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തളിര് വന്നിക്കണു അല്ലേ? ഇപ്പൊ തളിര് വന്നിക്കണു. ഇതിങ്ങനെ തളിര് വന്നാൽ കെട്ടയക്കണം തോന്നുന്നുണ്ട് അല്ലേ? അത് കട്ടയക്കണം. അത് പിന്നെ ചീഞ്ഞു പോകും. തളിര് വന്നു കഴിഞ്ഞാ പിന്നെ അവര് നോക്കിക്കണി വലിയ തളിര് വന്നല്ലേ ചെയ്തത്. ഇയാളത് അയക്കണോ? ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് വേണ്ട വരില്ല, അയക്കേണ്ട വരില്ല. ഒരുപാട് ഉണ്ട്. ഒക്കെ തളിരംസ് ആണ് അല്ലേ? 6 8 തന്നെയാണ് സംഭവം. അടിപൊളിയാണ് സംഗതി. ഇത് ഒക്കെ പാടെ ചെയ്തിട്ട് ഒരു ഡ്രമ്മിലാക്കിയിട്ട് വീടിന്റെ മുറ്റത്ത് വെച്ചാൽ എല്ലാ ഐറ്റം മാവും മാങ്ങ അങ്ങനെ കാഴ്ച വെക്കുമ്പോ കടയിൽ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. വേണ്ടേ? ഇത് ഷെരീഫ് ഭായ് ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് തളിർ വന്നതാണ്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. കൊറേ വെറൈറ്റി നമ്മൾ കുടിച്ചിരുന്നു അല്ലേ? കൊറേ വെറൈറ്റി കുടിച്ചു. ഇതെന്ന് വെച്ചാലേ ഇത് വന്നു കഴിഞ്ഞാൽ ഈ കവറൊക്കെ കട്ട് ചെയ്തെടുക്കണം അല്ലേ? ഓപ്പനാക്കണം. അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഓരോ ആൾക്കാർ കൊടുക്കാൻ വേണ്ടി. ഗ്രീൻ വില്ലേജ് അല്ലേ കടയുടെ പേര്? വില്ലേജ് വില്ലേജ് ഫാം കുന്നപ്പള്ളി വായനശാല. അടിപൊളിയായിക്കണു ഒക്കെ അല്ലേ? തളിര് വന്ന് നല്ല ഉഷാറായിട്ട് നല്ല ഗ്രോത്തിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ആയിക്കൊണ്ട് ഓരോന്നേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇതുകൊണ്ട് വെറൈറ്റി. ശരി പോയി. ഈ തളിര് വന്നത് നമ്മള് കവറ് ഓപ്പൺ ചെയ്യണ്ടേ?